ബിഗ് ബോസ് സീസൺ 7. അപ്പം ഇന്ന് എവിക്ഷനാണ്. നിവിൻ എന്തായാലും പുറത്താകുന്നു. പിന്നെ ഈ ഒരു വീക്കെൻഡ് ബിഗ് ബോസ് 7 മൊത്തം അടിയുടെ പൊടി പോരായിരുന്നു. അപ്പോൾ പ്രേക്ഷകരെ സംബന്ധിച്ച് ഈ വീക്ക് വളരെ മോശമായിരുന്നു. ഇവരെ തമ്മിലുള്ള അടിയും വഴക്കും കാണാനല്ല ഇരിക്കുന്നത് എന്നുള്ളത് ബിഗ് ബോസിനെ അറിയിക്കുന്നു. ഇത് കണ്ടിട്ട് എന്ത് മെസ്സേജാണ് പ്രേക്ഷകർക്ക് ബിഗ് ബോസ് കൊടുക്കണം എന്നുള്ളത് ഒരു വിധത്തിൽ മനസ്സിലാകുന്നില്ല. ഇനി കണ്ടൻറ്റിന് വേണ്ടി അടി കൂടുന്നതാണോ അതോ എന്താണ് ഗെയിം എന്നുള്ളത് ഇതുവരെ ഇവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണോ എന്നുള്ളത് സംശയമാണ്. നിവിന് അനുമോള് ഇവരെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടാളും തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയണം പോലെ തന്നെയാണ്. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കില്ല. ഒരാൾ വിട്ടുകൊടുത്താലേ ഒരാൾ കുറേ നേരം എന്തെങ്കിലും ബഹളം ഉണ്ടാക്കി കുറേ മടുക്കുമ്പോൾ നിർത്തും. ഒരാൾ വിട്ടുകൊടുക്കില്ല. തമ്മിൽ പേതിൽ തൊമ്മൻ എന്ന് പറയണ പോലെ. ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ അക്ബർ അനുമോളെ വാപ്പാനെ വിളിച്ചു എന്നുള്ളൊരു ടോക്ക് വന്നു. അപ്പോൾ തിരിച്ച് അനുമോളും അക്ബറിൻ്റെ വിളിച്ചു എന്ന് അനുമോൾ തന്നെ പറഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയണ പോലെയാണ് അനുമോളിൻ്റെ ആറ്റിറ്റ്യൂഡും. പെൺകുട്ടികളായാൽ കുറച്ചൊക്കെ അച്ചടക്കം വേണം. ഇത് കേരളം മൊത്തം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ചിന്തയൊന്നുമില്ല. കണ്ടൻ്റാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഈ സീസണിൽ അനീഷേട്ടൻ മാത്രമേ ഉള്ളൂ ഗെയിമറായി കുറച്ച് കളിക്കുന്നത്. ആവശ്യമില്ലാതെ കുറേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ശരിയാണ്. പക്ഷേ ആരുടെയും അച്ഛനോ അമ്മയ്ക്കോ പെങ്ങൾക്കോ അല്ലെങ്കിൽ തെറി പറയാനോ സ്ത്രീകളെടുത്ത് മോശമായി സംസാരിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം ചെയ്യാറില്ല. ബിഗ് ബോസ് സീസണിൽ വെച്ച് ഏറ്റവും നല്ല രസകരമായ ഒരു സീസണായിരുന്നു അഖിലും മാരാർ വിന്നറായ സീസൺ. അതിനു മുമ്പോ പിന്നെയോ ബിഗ് ബോസ് സീസൺ ഒന്നും ഒരു രസമില്ല. ടാസ്ക് കളിക്കലായാലും ഫണ്ണായാലും എൻ്റർടൈൻമെൻ്റായാലും എന്ത് കാര്യത്തിലായാലും ആ ഒരു സീസൺ നല്ലൊരു സീസണായിരുന്നു. ബെസ്റ്റ് വിന്നറെ തന്നെ ആ സീസണിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ സീസണിൽ ഇവർ ഗെയിം കളിക്കുകയാണോ തല്ലുകൂടുകയാണോ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു പിടുത്തവുമില്ല. വളരെ മോശമായൊരു സീസണാണ്. കണ്ടൻറ്റിന് വേണ്ടി ചുമ്മാ അടി കൂടുകയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ വിലയിരുത്തുക. എന്തായാലും ഈ എവിക്ഷനിൽ നിവിൻ പുറത്താകും തന്നെയാണ് എൻ്റെ ഒരു നിഗമനം. അതുപോലെ തന്നെ അക്ബർ, ആര്യൻ ഇവരും കണ്ടൻറ്റിന് വേണ്ടി
ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണോ എന്നറിയില്ല. എന്താ